ഇത്തിരി വെള്ളം തരണേ. നമസ്കാരം. തൃശ്ശൂർ സിറ്റി ജില്ലയിലെ കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച മുഴുവൻ പാർട്ടി പ്രവർത്തകരുടെയും യോഗമാണ് ഇന്ന് സുരേഷേട്ടൻ നേരിട്ട് പങ്കെടുക്കുന്ന യോഗമാണ് വിളിച്ചിരിക്കുന്നത്. ഈ യോഗത്തിൽ സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി പാർട്ടിയുടെ ജില്ലാ ജനറൽ സെക്രട്ടറി ശ്രീ പി കെ ബാബുവിനെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. എന്നെ സംബന്ധിച്ച് ഏറ്റവും പ്രിയങ്കരമായ ഒരു ദിവസമാണെന്ന് നമ്മുടെ മുൻ പ്രധാനമന്ത്രി ഭാരതരത്ന സ്വർഗീയ അടൽ ബിഹാരി വാജ്പേയിയുടെ ജന്മദിനം ആണെന്ന് അതിൻ്റെ ഭാഗമായി നടത്തുന്ന ഈ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ നമുക്ക് ഏവർക്കും പ്രിയങ്കരനായുള്ള ജസ്റ്റിൻ ജേക്കബ് അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മോടൊപ്പമുള്ളത് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാനും നമ്മൾ മത്സരിച്ച സ്ഥാനാർത്ഥികളെ കാണാനും നമ്മോടൊപ്പമുള്ള നമുക്ക് ഏവർക്കും പ്രിയങ്കരനായിട്ടുള്ള നമ്മുടെ കേന്ദ്രമന്ത്രി ശ്രീ സുരേഷ് ഗോപി അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മോടൊപ്പമുള്ള
പാർട്ടിയുടെ സമാരാധനായിട്ടുള്ള ജില്ലാ പ്രഭാരി സംസ്ഥാന സെക്രട്ടറിയുള്ള MP ഗോപാൽ അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ മേഖലയുടെ അധ്യക്ഷൻ നാഗേഷ് അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടാതെ സംസ്ഥാന സമിതി അംഗം ശ്രീ ഉല്ലാസ് ബാബു അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടാതെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന മുഴുവൻ സ്ഥാനാർത്ഥികളെയും ജയിച്ച എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷ ഭാഷണത്തിനായി ജസ്റ്റിനെ ക്ഷണിക്കുകയാണ്. ഭാരതീയ ജനതാ പാർട്ടിയുടെ ഏറ്റവും പ്രിയപ്പെട്ട ലീഡർ ശ്രീ സുരേഷ് ജി, ബഹു കേന്ദ്രമന്ത്രി കൂടിയാണ്, നമ്മുടെ MP കൂടിയാണ് അദ്ദേഹം ഇന്നത്തെ ഈ ദിവസം ഈ ക്രിസ്മസ് വേളയിൽ നമ്മോടൊപ്പം ഇന്ന് രാവിലെ മുതൽ തന്നെ ഇരിങ്ങാലക്കുടയിലും ഗുരുവായൂരും തൃശ്ശൂരും ഏറ്റവും തിരക്കുള്ള ദിവസമായിട്ട് കൂടി ഇന്ന് നമ്മുടെ ജില്ലയിലെ മത്സരിച്ച മുഴുവൻ സ്ഥാനാർത്ഥികളെയും നേരിട്ട് കാണുവാനും നേരിട്ട് സംസാരിക്കാനും വേണ്ടിയാണ് അദ്ദേഹം ഇന്നിവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. എന്തായാലും അദ്ദേഹത്തിൻ്റെ നല്ല മനസ്സിന് ആദ്യമായി ഞാൻ അഭിനന്ദിക്കുകയാണ്. നമ്മോടൊപ്പം വേദിയിലുള്ളത് പ്രിയപ്പെട്ട നമ്മളുടെ പ്രഭാരി ശ്രീ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി കൂടിയായിട്ടുള്ള ശ്രീ നമ്മളുടെ ഗോപൻ ചേട്ടനാണ്. ഗോപൻ ചേട്ടനെ ഇതുപോലെ തന്നെ അദ്ദേഹം ആലപ്പുഴയിൽ നിന്നാണ് ഇന്ന് നമ്മളൊപ്പം ഇന്ന് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടിയിരിക്കുന്നത്. അദ്ദേഹം അതുപോലെ പാർട്ടിയുടെ മേഖലാ അധ്യക്ഷൻ ശ്രീ നാഗേഷ് ഉണ്ട്, പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗവും പ്രിയപ്പെട്ട ഉല്ലാസി, അതുപോലെ വാലിച്ചേട്ടൻ, ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ നമസ്കാരം. ഏവർക്കും ആദ്യമായി ക്രിസ്മസിൻ്റെ എല്ലാവിധ ആശംസകളും നേരുകയാണ്. നമുക്കറിയാം, വലിയൊരു പോരാട്ടമായിരുന്നു തൃശ്ശൂർ സിറ്റി ജില്ലയ്ക്കകത്ത് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ പ്രവർത്തന മണ്ഡലത്തിൽ നമ്മൾ നടത്തിയിരുന്നു. BJP 79 ജനപ്രതിനിധികളെ നമുക്ക് സൃഷ്ടിക്കുവാൻ സാധിച്ചു. പക്ഷേ അതിനേക്കാളെല്ലാം എനിക്ക് പ്രാധാന്യം തോന്നിയത് 161 സ്ഥലങ്ങളിൽ BJP 2ാം സ്ഥാനത്തെത്തി. അതിൽ 87ഓളം വാർഡുകൾ 1നും 10നും ഇടയ്ക്ക് വോട്ടിന് പരാജയപ്പെടുന്നു. അപ്പോൾ ചെറിയ വോട്ടുകൾക്ക് പോലും പരാജയപ്പെട്ട 87ഓളം പ്രതിനിധികളിനകത്ത്. ഒരുപക്ഷെ കുറേ കൂടി ശ്രദ്ധിക്കുകയായിരുന്നെങ്കിൽ നമ്മൾ ടാർഗറ്റ് ചെയ്ത രീതിയിൽ തന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുമായിരുന്നു. നമ്മൾക്ക് 3 പഞ്ചായത്തുകളിൽ 27-ാം തീയതിയിലെ ടോസിക് കാത്തിരിക്കുകയാണ്. അവനിശ്ശേരി, പാറളം, അതുപോലെ നമ്മുടെ വല്ലച്ചൻ 3 പഞ്ചായത്തുകളിൽ നമ്മൾ ഏറ്റവും തുല്യമായി 3 പാർട്ടികളും 2 പാർട്ടികൾ തുല്യമായി നമ്മൾ 3 സ്ഥലത്തും ഏറ്റവും പ്രധാനപ്പെട്ട കക്ഷിയായി നിൽക്കുകയാണ്. 11 പഞ്ചായത്തുകളിൽ നമ്മൾ 3നും മുകളിൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുവാൻ സാധിക്കുന്ന രീതിയിലേക്ക് ഉള്ള സംഘടനാ ശക്തി 3നും മുകളിൽ മെമ്പർമാരുള്ള 11 പഞ്ചായത്തുകൾ ഇതിന് പുറമെ നമ്മുടെ സിറ്റി ജില്ലയ്ക്കകത്തുണ്ട്. തൃശ്ശൂർ കോർപ്പറേഷനകത്ത് നമ്മൾ നല്ല പോരാട്ടം നടത്തി 8ഓളം കൗൺസിലർമാരെ നമുക്ക് ജയിപ്പിക്കാൻ സാധിച്ചു. 8ഓളം സ്ഥലങ്ങളിൽ ഇതുപോലെ തന്നെ ചെറിയ വോട്ടുകൾക്ക് നമ്മൾ 2ാം സ്ഥാനത്തെത്തിയ 8ഓളം സ്ഥലങ്ങളുണ്ട്. ഒരു വലിയ പോരാട്ടം തന്നെയായിരുന്നു നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ നടത്തിയത്. പക്ഷേ ഇടതുവലത് മുന്നണികൾ ഒന്നിച്ചു നിന്നിട്ടുള്ള ചില കേന്ദ്രങ്ങളുണ്ട്. വാർഡനുകൂടി ഒരു 20 വോട്ടുണ്ടായിരുന്നെങ്കിൽ ആ പഞ്ചായത്തിൽ നമുക്ക് 11 സീറ്റാവുമായിരുന്നു. ഇപ്പോൾ നമുക്ക് 6 സീറ്റാണ്. 5 സീറ്റ് നമുക്ക് 20 വോട്ടിൻ്റെ 1 വോട്ട് 2 വോട്ട് ടോസിങ് ഇങ്ങനെയൊക്കെ ആയിട്ടാണ് നമുക്ക് നഷ്ടപ്പെട്ടത് വാർഡനുകൂടി വഴി. അപ്പോൾ ചില സ്ഥലങ്ങളിൽ നമ്മൾ പറയും താൻ പാതി ദൈവം പാതി എന്ന് പറഞ്ഞതുപോലെ ഭാഗ്യം നമ്മോടൊപ്പം നിൽക്കാത്തതുമായ ചില ഘടകങ്ങളുണ്ട്. പക്ഷേ എന്തായാലും തൃശ്ശൂരിനകത്ത് സിറ്റി ജില്ലയ്ക്കകത്ത് നമ്മൾ രാഷ്ട്രീയപരമായിട്ട് വലിയ മുന്നേറ്റം നമ്മൾ നടത്തി. തൃശ്ശൂരിലെ വോട്ടിംഗ് പെർസെൻറ്റേജ് തൃശ്ശൂർ സിറ്റി ജില്ലയ്ക്കകത്ത് നമ്മുടെ വോട്ടിംഗ് പെർസെൻറ്റേജ് 23% മുകളിൽ നമ്മുടെ വോട്ടിംഗ് പെർസെൻറ്റേജ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നമ്മൾ നിലനിർത്തി. പക്ഷെ ഇതിലൊന്നും നമുക്ക് സംതൃപ്തിയിലെത്താനുള്ളതില്ല. കാരണം നമ്മൾ സുരേഷ് ഏട്ടനെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിപ്പിച്ച കാര്യകർത്താക്കളാണ്. നമ്മൾ ഒരുമിച്ച് നിന്ന് ഒറ്റക്കെട്ടായി നിന്ന് പ്രവർത്തിച്ചതിൻ്റെ ഫലമായതിന് ഇടതു വലത് മുന്നണികളെ അവരുടെ കോട്ടകൊത്തളങ്ങളിൽ പോലും സുരേഷ് ഏട്ടൻ വലിയ രീതിയിലുള്ള മുന്നേറ്റം നടത്തി. ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ
തുടക്കത്തിൽ തന്നെ ഞാൻ സൂചിപ്പിച്ചിരുന്നു, സുരേഷ് ഏട്ടനെ കിട്ടിയ വോട്ട് മുഴുവൻ BJPയിലാണെന്ന് നമ്മൾ ആരും ചിന്തിക്കരുതെന്ന് സമാന്തര പട്ടികയ്ക്ക് ഉണ്ടാക്കിയ സമയത്ത് നമ്മൾ സൂചിപ്പിച്ചിരുന്നു. പക്ഷേ അതിൽ സുരേഷ് ഏട്ടന് വ്യക്തിപരമായിട്ട് ലഭിച്ച നിരവധി വോട്ടുകളുണ്ട്. പാർട്ടികളപ്പുറത്ത് അദ്ദേഹത്തെ ജനഹൃദയങ്ങളിൽ സ്നേഹിക്കുന്ന നിരവധി ആളുകളുടെ വോട്ടുകൾ നമുക്ക് ലഭിച്ചു. പക്ഷെ നമ്മുടെ സംഘടനാ പ്രവർത്തനം കൊണ്ട് നമ്മൾ അത് കൃത്യമായി നമ്മൾക്ക് ഉദ്ദേശിക്കുന്ന രീതിയിൽ ഉപയോഗിക്കുവാൻ നമുക്ക് സാധിച്ചില്ല. അപ്പോൾ എന്തായാലും ഇന്നത്തെ ദിവസം സുരേഷ് ഏട്ടൻ്റെ വാക്കുകൾക്കാണ് ഏറെ പ്രാധാന്യമുള്ളത്. നമുക്കറിയാം, ഇന്ന് അടൽജിയുടെ ജന്മദിനമാണ്. കർത്തവ്യ ദിവസമായി നമ്മൾ ആ ദിവസത്തെ കാണുന്നു. ഭാരതത്തിലെ ഒരുപക്ഷെ സോഷ്യലിസ്റ്റ് ചിന്താഗതി നമ്മളുടെ പ്രസ്ഥാനത്തെ കെട്ടിപ്പടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട 5 പേരിൽ ഒരാളാണ് അടൽ ബിഹാരി വാജ്പേയി. അടൽ ബിഹാരി വാജ്പേയി നമുക്ക് നൽകിയിട്ടുള്ള ദർശനങ്ങൾ, മഹാത്മാഗാന്ധി സ്വപ്നം കണ്ട ഗ്രാമസ്വരാജ് അക്ഷരാർത്ഥത്തിൽ നടപ്പിലാക്കാൻ വേണ്ടി ആദ്യ പടി വെച്ചത് അടൽജിയുടെ ഭരണം കേന്ദ്രത്തിൽ വന്നപ്പോഴാണ്. അടൽജി ഏറ്റവും നല്ല ഭരണാധികാരിയാണ്, കവിയാണ്, ഒരു സാമൂഹിക പ്രവർത്തകനാണ്, അതിനേക്കാൾ എല്ലാവരും നല്ലൊരു മനുഷ്യ സ്നേഹിയാണ്. അടൽജിയും അതുപോലെ തന്നെ അടൽജിയോടൊപ്പം പ്രസ്ഥാനത്തെ കെട്ടിപ്പടുക്കുവാൻ ശ്രമിച്ച ബൽരാജ് ബഹദൂർ, BJPയുടെ ജനസംഘത്തിൻ്റെ ആദ്യ രൂപമായ ജനസംഘത്തിൻ്റെ പ്രവർത്തനത്തിൽ ഉണ്ടായിരുന്ന 5 പേരിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 പേരായിരുന്നു. ബൽരാജ് ബഹദൂർ അദ്ദേഹത്തിന് എതിരെ പ്രവർത്തിക്കുന്ന ഒരാളെ കണ്ടാൽ പറയും, ഇതെൻ്റെ ശത്രുവാണ് എന്ന് നേരിട്ട് പറയും. അടൽജി ആണെങ്കിൽ പറയും, ഒരു ശത്രുവാണെങ്കിൽ പോലും അടൽജി പറയും, അതെൻ്റെ ബന്ധുവാണ്. മനസ്സിലായി? വാക്കുകളെ കൊണ്ട് തന്നെ കൃത്യമായി അളന്നു തൂക്കി എല്ലാവരുമായിട്ടും ശത്രുവിനോട് പോലും സൗഹൃദം സ്ഥാപിച്ച് എല്ലാവരെയും കൊണ്ട് അംഗീകരിപ്പിച്ച് മുന്നോട്ട് പോയ, സത്യത്തിൽ സഖ്യകക്ഷി സർക്കാർ എങ്ങനെയാണ് ഭാരതത്തിൽ പ്രവർത്തിക്കുക എന്ന് അദ്ദേഹം നമുക്ക് കാണിച്ചു തന്നതാണ്. നമ്മുടെ NDA എന്ന് പറയുന്ന നമ്മുടെ ഇന്നത്തെ ദേശീയ ജനാധിപത്യ സഖ്യത്തിന് രൂപം കൊടുത്തത് തന്നെ പ്രിയപ്പെട്ട അടൽജിയാണ്. അപ്പോൾ അടൽജിയുടെ ഓർമ്മകൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം വരാൻ പോകുന്ന സംഘടനാ പ്രവർത്തന രംഗത്തും ഭരണരംഗത്തും, ഇപ്പോൾ ജയിച്ച മെമ്പർമാർ ഉൾപ്പെടെയുണ്ട്, ഭരിക്കാൻ പോകുന്ന പഞ്ചായത്തുകളുണ്ട്, ഇവർക്കെല്ലാം വലിയൊരു മുതൽക്കൂട്ടായിരിക്കും. അപ്പോൾ ഇന്നത്തെ ദിവസത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഇന്നത്തെ ദിവസം നമ്മൾ ഈ യോഗത്തിൽ പങ്കെടുക്കുമ്പോൾ അതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത, ഇന്ന് അടൽജിയുടെ ജന്മദിനം കർത്തവ്യ ദിവസമായി നമ്മൾ ആചരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് അടൽജിയുടെ ഛായാചിത്രത്തിൽ നമ്മൾ സുരേഷ് ഏട്ടൻ പുഷ്പാർച്ചന ചെയ്തുകൊണ്ട് ഇന്ന് ഈ പ്രോഗ്രാം ഇവിടെ ആരംഭിച്ചു. ബാക്കി മുഴുവൻ കാര്യങ്ങളെക്കുറിച്ചും അദ്ദേഹം നമ്മളോട് സംസാരിക്കും. എന്തായാലും വലിയ വെല്ലുവിളിയെയാണ് നമ്മൾ ഇനിയും നേരിടേണ്ടത്. അടുത്ത ഒരു 3 മാസത്തിനകം 4 മാസത്തിനകം നമ്മൾ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പോരാട്ടത്തിലേക്ക് കടക്കുകയാണ്. ആ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ പാർട്ടിയെ നയിക്കേണ്ടവരാണ് എനിക്ക് മുന്നിലിരിക്കുന്ന ഈ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ എന്നുള്ള ഓർമ്മ നമ്മളിൽ വേണം. ഒരു പ്രാദേശിക തെരഞ്ഞെടുപ്പിൽ ഒരു പരാജയം കൊണ്ടോ ഒരു ജയം കൊണ്ടോ അവസാനിക്കുന്നതല്ല നമ്മുടെ സംഘടനാ പ്രവർത്തനം. അത് ഒരു നിരന്തരമായിട്ടുള്ള ഒരു യാത്രയാണ്. ഓരോ തെരഞ്ഞെടുപ്പും ഓരോ അനുഭവമാണ്. ഇന്നത്തെ തെരഞ്ഞെടുപ്പിൽ നമ്മൾ ചിലർ പരാജയപ്പെട്ടെങ്കിൽ അടുത്ത തെരഞ്ഞെടുപ്പ് അവരെ കാത്തിരിക്കുന്നത് വലിയ വിജയമാണ്. ഓരോരുത്തർക്കും അനുഭവം ഉണ്ടാവും. ചിലരൊക്കെ ചില വാർഡുകളിൽ കഴിഞ്ഞ ടൈമിൽ പരാജയപ്പെട്ടെടുത്ത് ജയിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ടൈമിൽ പരാജയപ്പെട്ട പല സ്ഥലങ്ങളിലും BJP മുന്നോട്ട് വന്നത്. പക്ഷേ സ്ഥിരമായി നമ്മൾ ജയിച്ചിരുന്ന സ്ഥലങ്ങളിൽ നമ്മളെ കോർണർ ചെയ്ത് തോൽപ്പിച്ചിട്ടുണ്ട്. എന്തായാലും നമ്മുടെ പ്രസ്ഥാനം വളരുകയാണ്, ശക്തമായി മുന്നോട്ട് പോവുകയാണ്. തിരുവനന്തപുരം എന്ന് പറയുന്ന കേരളത്തിൻ്റെ തലസ്ഥാന നഗരി ഇന്ന് നമ്മുടെ കയ്യിലാണ്. നമ്മൾ മേയറായിട്ട് സുരേഷയുടെ സ്ഥലമാണത്. ഇന്ന് അവിടെ നമ്മൾ ഭരിക്കാൻ പോവുകയാണ്. തൃശ്ശൂരിൽ തന്നെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ? തൃശ്ശൂരിൽ തന്നെ എനിക്ക് തോന്നുന്നു തൃശ്ശൂർ കോർപ്പറേഷൻ ഇലക്ഷൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് മുംതാസ് താഹ. ഒരു മൈനോറിറ്റി വിഭാഗത്തിൽപ്പെട്ട, പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരു സഹോദരിയെ BJP കണ്ണംകുളങ്ങര വാർഡിൽ നിർത്തി വിജയിപ്പിച്ചു. തൃശ്ശൂർ കോർപ്പറേഷന്റെ ചരിത്രത്തിൽ ആദ്യത്തെ മുസ്ലിം വനിതമായ സൃഷ്ടിച്ചത് നമ്മളാണ്. അപ്പോൾ ചരിത്രങ്ങൾ സൃഷ്ടിക്കുവാനും സാധിക്കുന്ന ഒരു വലിയ നിര തന്നെയാണ് നമ്മുടെ സംഘടനയുടെ താഴെത്തട്ടിലുള്ള, പ്രത്യേകിച്ച് ഏറ്റവും താഴെത്തട്ടി പ്രവർത്തിക്കുന്ന സഹപ്രവർത്തകരുടെ നിരവധി തെളിവുകൾ. ഇപ്പോൾ ജോയ് മഞ്ഞളി ഒരു 60% ക്രൈസ്തവ സഹോദരന്മാർ താമസിക്കുന്ന വാർഡിലാണ്. പുതുക്കാട്ടിൽ നിന്ന് ജോയ് മഞ്ഞളി വിജയിച്ചിട്ടുണ്ട്. 60% ക്രൈസ്തവ സഹോദരന്മാർ താമസിക്കുന്ന സ്ഥലത്താണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം എല്ലാവരെയും
മതത്തിനും മറ്റെന്തിനും അപ്പുറത്ത് വികസനം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു വലിയ രാഷ്ട്രീയ അന്തരീക്ഷം തൃശ്ശൂരിൽ സൃഷ്ടിക്കുവാൻ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതിൻ്റെ തുടർച്ച എന്ന നിലയ്ക്ക് നമുക്ക് ഈ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും അത് നമുക്ക് തെളിയിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇനിയും യാത്ര ചെയ്യേണ്ട ദൂരം, ഇനിയും മുന്നോട്ട് പോകണം. ചരൈവേദി എന്ന മുദ്രാവാക്യം പണ്ഡിറ്റ് ദീനദയാൽ ഉപാധ്യായ നമ്മളെ പഠിപ്പിച്ചത് ഏറ്റുചൊല്ലി ഇനിയുള്ള നാളുകളിലും സംഘടനാ പ്രവർത്തനത്തെ മുന്നോട്ട് നയിക്കുവാൻ എൻ്റെ സഹപ്രവർത്തകർക്ക് സാധിക്കട്ടെ. ഇത് മാത്രം ആശംസിച്ചുകൊണ്ട് ഈ ദിനത്തിൽ നമ്മളോട് സംസാരിക്കുന്നതിന് വേണ്ടി പ്രിയപ്പെട്ട സുരേഷ് ചേട്ടനെ ക്ഷണിക്കുന്നു. ഞാൻ ദീർഘനേരം സംസാരിക്കരുത് എന്നാണ് വിചാരിക്കുന്നത്. പക്ഷെ സംസാരിച്ചു വന്ന വിഷയങ്ങൾ മുഴുവൻ അവതരിപ്പിച്ചു വരുമ്പോൾ ചിലപ്പോൾ കുറച്ച് സമയം എടുത്തെന്ന് വരും. എല്ലാവരും ഇന്ന് വളരെ പ്രത്യേകതയുള്ള ക്രിസ്മസ് ദിനത്തിൽ ഇനി വിശ്വാസപൂർവം അർപ്പിക്കുന്നവരാണ് മിക്കവാറും അന്യമതസ്ഥരായ എല്ലാവരും. ഈ ഒരു ദിനത്തിൽ ത്യാഗത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, വലിയ ത്യാഗത്തിൻ്റെ ബിംബമാണ് യേശുദേവൻ. ആ ഒരു ത്യാഗം എന്ന് പറയുന്ന ബിംബത്തെ ആരാധിക്കുന്നതിന് ജാതിയും മതവും ഒന്നുമില്ല. ഇതൊരു ലോകത്തിനുള്ള സന്ദേശമായിരുന്നു. അപ്പോൾ ആ ആഘോഷങ്ങളിൽ ഒരുപക്ഷെ ക്രിസ്തീയ വിശ്വാസികളായ അവരുടെ ആഘോഷങ്ങളിലൊക്കെ പങ്കെടുക്കേണ്ട നിമിഷങ്ങളാണ് ഒരുപക്ഷെ ഞാൻ ഒന്ന് പിടിച്ചെടുത്തിരിക്കുന്നത്. അതിൽ ചിലപ്പം വേദനയുള്ള, വിഷമമുള്ള നല്ല ഒരു എണ്ണം ആൾക്കാർ ഇവിടെ ഉണ്ടാവും എന്നെനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ ഞാൻ അനുസരിച്ചിരിക്കുന്നത് എൻ്റെ പ്രധാനമന്ത്രിയുടെ നിർദ്ദേശമാണ്. അദ്ദേഹത്തിന് ഇന്നത്തെ ദിവസം ക്രിസ്മസ് ആഘോഷിക്കുന്നതിനൊപ്പം തന്നെ സദ്ഭരണ ദിവസം എന്ന് നമ്മൾ 2019 പ്രഖ്യാപിച്ചെങ്കിൽ ആ സമ്പ്രദായത്തിലൂടെ ഇന്ന് പ്രവർത്തന ദിനം, കർത്തവ്യ ദിനം ആയി ആചരിക്കണമെന്നുള്ള, അതുമായി ബന്ധപ്പെട്ട് അവരവരുടെ എല്ലാ BJP MP-മാരും അവരവരുടെ നിയോജക മണ്ഡലങ്ങളിൽ കൃത്യമായും വളരെ ആക്റ്റീവായിട്ട് ജനസമ്പർക്ക പരിപാടികളിൽ പങ്കെടുക്കണം എന്ന് പറയുന്നത് നിർബന്ധമുള്ള ഒരു നിർദ്ദേശമാണ് അദ്ദേഹം. 9-ാം തീയതി ഇവിടെ തിരുവനന്തപുരത്തും നമ്മുടെ തെക്കൻ കേരളത്തിൽ തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പിൻ്റെ പോളിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടെ കേന്ദ്രത്തിൽ പാർലമെന്ററി പാർട്ടി മീറ്റിംഗ് നടന്നപ്പോൾ തലേ ദിവസം നിർബന്ധമായിട്ടും എത്തിയേ പറ്റൂ എന്ന് പറഞ്ഞെടുത്ത് വോട്ടിംഗ് പോകാതെ വരേണ്ടി വരും എന്നറിയിച്ചപ്പോൾ വരേണ്ടതില്ല, ഇവിടെ നിൽക്കുക എന്നുള്ളതാണ് പ്രധാനമെന്ന് ഒരു ജനസേവകന്റെ നിർദ്ദേശം കൂടി അനുസരിച്ചു. പക്ഷെ കർശനമായി ഈ നിർദ്ദേശം അനുസരിക്കണം എന്ന് പറഞ്ഞത് അനുസരിച്ചാണ് ഇന്ന് നിങ്ങളുടെ ഒരുപാട് മനഃസൗഖ്യങ്ങളെ ചോദ്യം ചെയ്യുന്ന തരത്തിൽ ഇങ്ങനെ ഒരു സംഗമത്തിലേക്ക് എല്ലാവരും വന്നേ മതിയാവും എന്ന് നിഷ്കർഷിച്ചത്. ഈ സംഗമം ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നു. പ്രധാനമായിട്ടും തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ എന്ത് സംഭവിച്ചു എന്ന അവലോകനങ്ങളിലൊന്നും എനിക്ക് യാതൊരു വിശ്വാസവുമില്ല. ഞാൻ 2019 എങ്ങനെ തോറ്റു, എന്തിന് തോറ്റു, എങ്ങനെ തോൽപ്പിക്കപ്പെട്ടു എന്ന് വിലയിരുത്തിയിട്ടില്ല. എന്തിന് വിലയിരുത്തണം? നമുക്ക് ജയിക്കാനായില്ല, നമ്മളെ ജയിക്കാൻ അനുവദിച്ചില്ല എന്ന് പറയുന്ന വിലയിരുത്തൽ ഇപ്പോഴും തുടരും. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നിങ്ങളെ വെറുതെ ഉത്തേജിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല. ഇനിയും അത് സംഭവിക്കും. ഇനി തിരുവനന്തപുരവും തൃപ്പൂണിത്തുറയും തിരുവിൽവാമല പൂർവാധികം ശക്തിയോടെ പിടിച്ചെടുത്തതിന്റെ പശ്ചാത്തലത്തിൽ നമുക്ക് നേരെ തോൽവി അടിച്ചേൽപ്പിക്കാനുള്ള ത്വര 100 മടങ്ങ് അവർക്ക് വർദ്ധിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് നമ്മളിൽ സൃഷ്ടിക്കേണ്ടത് ജാഗരൂകതയാണ്. വളരെ കൃത്യമായി ഞാനെപ്പോഴും ഇലക്ഷനും പോളിങ്ങും വോട്ട് കാസ്റ്റിങ്ങും ഒക്കെ കാണുന്നത്
വളരെ വൈകാരികമായിട്ടാണ്. ഇറ്റ്സ് എൻ ഇമോഷണൽ അഫെയർ. നിങ്ങൾ നിങ്ങളുടെ രാജ്യത്തിന് വേണ്ടി ഹൃദയമോദി തരുന്നത് ചെയ്യുന്നു. അങ്ങനെ ഹൃദയമോദി തരുന്നത് ചെയ്യുന്ന ഒരു മെജോറിറ്റിയാണ് ഈ തെരഞ്ഞെടുപ്പ് ഉത്സവത്തിൽ പങ്കെടുക്കുന്നത്. അതിൽ നിന്ന് ഒരു ചെറിയ എന്ന് പറയുമ്പോൾ അത് തന്നെ മാസമാണ്. രാഷ്ട്രീയ ചിന്താഗതികളുള്ള വ്യക്തികളും വോട്ട് ചെയ്യും. വിവിധങ്ങളായ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രങ്ങളിൽ വിശ്വാസമുള്ളവരും വോട്ട് ചെയ്യും. എല്ലാവരും വോട്ട് ചെയ്യേണ്ടത് രാജ്യത്തിന് വേണ്ടിയാണ്. മറ്റൊരു നിക്ഷിപ്ത താല്പര്യവും പാടില്ല എന്ന് നമ്മുടെ രാജ്യം ഉറച്ചു തീരുമാനിക്കുന്നുവോ യഥാർത്ഥ നന്മയുള്ള ഭരണം അവിടെ രൂപീകരിക്കപ്പെടും. ഇത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ്. അതിൽ നമ്മൾ ഏത് കണ്ണിയിൽ ചേരണം, ഏത് ചങ്ങലയുടെ കണ്ണികളാവണം എന്ന് പറയുന്ന ഉറച്ച നിശ്ചയത്തിൽ രാജ്യത്തിന് വേണ്ടി നമ്മുടെ ജീവിതം ഇനി ഉയർന്നു വെക്കുന്നു എന്ന് പറയുന്ന ഒരു സംവിധാനത്തിലേക്ക് ഓരോ വ്യക്തിയും, ഞാൻ പറയുന്നത് ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകരോട്, ഞാൻ ജയിച്ചവരും തോറ്റവരും എന്നൊരു വേർതിരിവ് കാണുന്നില്ല. ജയിച്ചവരും തോൽപ്പിക്കപ്പെട്ടവരും എന്ന് മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. ആ തോൽപ്പിക്കപ്പെട്ടവർക്കാണ് കൂടുതൽ ഉത്തരവാദിത്വം. ഞാൻ അതിലേക്കാണ് വരുന്നത്. ബാക്കി ഞാൻ ഇന്ന് കാലത്ത് രണ്ടിടത്തും സംസാരിച്ച വർത്തമാനങ്ങൾ മുഴുവൻ നമുക്ക് വീഡിയോ ആയിട്ട് ഇവിടെയൊക്കെ ശ്രീകുമാർജിയും അതുപോലെ തന്നെ നിവേദിതജിയും വിചാരിച്ചാൽ ഇവിടെയൊക്കെ അതിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇവിടെ പ്രധാനമായിട്ടും എനിക്ക് പറയാനുള്ളത്, ഇനി തോൽപ്പിക്കപ്പെട്ടവർ ജയിക്കാൻ വേണ്ടി മുന്നോട്ട് കുതിക്കുന്നവരായി തീരുന്ന ഒരു പ്രക്രിയയിൽ അവസരം വരും. 5 വർഷമൊന്നും കാത്തിരിക്കണ്ട, അവസരം വരും. എൻ്റെ കണക്ക് കൂട്ടലിൽ കഴിഞ്ഞ കോർപ്പറേഷൻ ഇലക്ഷനിൽ ഞാൻ പഞ്ചായത്ത് എനിക്ക് അത്ര സുപരിചിതമായ ഒരു പൊളിറ്റിക്കൽ ടെറേനല്ല. അവിടുത്തെ ഈ കളിയും മറുകളിയും ഇലക്ഷൻ വിക്രിയകളും ഒന്നും എനിക്ക് അത്ര പരിചയമില്ല. പക്ഷെ കോർപ്പറേഷനിൽ എൻ്റെ കണക്ക് കൂട്ടലിൽ ഇപ്പോഴും നമ്മൾ 15 കൗൺസിലുകൾ പിടിച്ചടക്കിയിരിക്കുക തന്നെ. 15 എണ്ണം നമുക്ക് ഇപ്പോഴും ഉണ്ട് എന്നുള്ള ആത്മവിശ്വാസം നിങ്ങൾക്ക് വേണം. ആ 15-ൽ നിന്ന് വേണം നമുക്കിനി ഒരു 30-ലേക്കുള്ള കുതിപ്പ്. അതിന് തോൽപ്പിക്കപ്പെട്ടവർ എന്ത് ചെയ്യണമെന്നുള്ളതാണ് വ്യക്തമായിട്ടുണ്ട്. ജയിച്ചവർക്ക് തീർച്ചയായിട്ടും ഉത്തരവാദിത്വമുണ്ട്. അത് എൻ്റെ അടുത്ത് അവർക്ക് ഞാൻ വഴി അവർക്ക് നേടേണ്ട കാര്യങ്ങൾക്ക് തീർച്ചയായിട്ടും ഓടിയെത്തുന്നതിന് ഒരു ഓഫീസ് ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. അവിടെ കേന്ദ്ര സർക്കാരിൻ്റെ ശമ്പളം പറ്റുന്ന 5 പേരുണ്ട്. 6 പേരാണ്. അതിൽ 5 പേര് ഒഫീഷ്യൽ പോസ്റ്റിലാണ്. 5 പേരിൽ 4 പേരും വനിതകളുമാണ്. അവിടെ എത്തുക, നിങ്ങൾ കൃത്യമായി നിങ്ങളുടെ നിർവഹണത്തിന് സ്റ്റേറ്റിൽ നിന്ന് അല്ലെങ്കിൽ ലോക്കൽ സെൽഫ് ഗവൺമെന്റിൽ നിന്ന് കിട്ടുന്ന എല്ലാം ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കണം. അതിനകത്ത് ഒരു കൃത്യവിലോപവും പാടില്ല. തോൽപ്പിക്കപ്പെട്ടതാണ്. നിങ്ങൾ എവിടെ തോൽപ്പിക്കപ്പെട്ടു? അടുത്ത തവണ ചിലപ്പോൾ അത് പുരുഷ വാർഡാവും വനിതാ വാർഡാവും, അത് നിങ്ങൾ ശ്രദ്ധിക്കരുത്. ആ വാർഡുകളെല്ലാം നിങ്ങൾ താലോലിക്കണം. അവിടേക്ക് ചിലപ്പോൾ ഒരുപക്ഷെ നമ്മുടെ നേരത്തെ ജസ്റ്റിൻ പറഞ്ഞതിലെ ശത്രുപക്ഷത്ത് നിൽക്കുന്നവർ അല്ലെങ്കിൽ നമ്മുടെ എതിർപക്ഷത്ത് നിൽക്കുന്നവർ നമ്മുടെ ഭാരതീയ ജനതാ പാർട്ടിയുടെ MP-യുടെ ഒരു തലോടൽ കേൾക്കാൻ അനുവദിക്കാത്ത ചില പ്രവർത്തനങ്ങൾ ഉണ്ടാകും. അതിപ്പോൾ തന്നെ ഞാൻ ഈ 1.5 വർഷമായിട്ട് അനുഭവിച്ചു വരുന്നു. അവിടെ ഞാൻ എന്താണ് ചെയ്തത്? നമ്മുടെ കൗൺസിലർ ഇല്ലാത്തത് കൊണ്ട് എൻ്റെ ഓഫീസ് സ്റ്റാഫ് അവിടെ പോയി എന്തൊക്കെ ആവശ്യങ്ങളാണെന്നുള്ളത് പൊതുസമൂഹത്തോട് ആവശ്യപ്പെട്ടു. നിങ്ങളുടെ ആവശ്യമായിട്ട് പരിദേവനം തന്നാൽ അത് പരിഗണിക്കാമെന്ന് പറഞ്ഞ അവർ തന്ന റെപ്രസെൻറ്റേഷനാണ് പ്ലാനിംഗ് ഓഫീസറുടെ മുന്നിൽ വെച്ച് പല കാര്യങ്ങളും PG സ്കൂളിലെ
വികസന പ്രവർത്തനം, ഹൈമാസ്റ്റും മിനിമാസ്റ്റും ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും, പല കെട്ടിടങ്ങളും, അംഗൻവാടികൾ, റോഡുകൾ മുഴുവൻ നമ്മുടെ കൗൺസിലറോ അല്ലെങ്കിൽ വാർഡ് മെമ്പറോ ഇല്ലാത്ത ഇടങ്ങളിൽ അങ്ങോട്ട് പോയി ആവശ്യപ്പെട്ട് പൊതുസമൂഹത്തിന്റെ റെപ്രസെന്റേഷൻ സ്വീകരിച്ചാണ് അങ്ങനെയുള്ള പദ്ധതികൾ നമുക്ക് നടപ്പിലാക്കുക. അതുകൊണ്ട് തന്നെ കുറച്ച് കാലതാമസവും വന്നിട്ടുണ്ട്. പിന്നെ ഈ പിടിച്ചു വെപ്പുണ്ട്. ഇതൊരു കാരണവശാലും തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന് മുമ്പ് വരരുത് എന്ന് പറയുന്ന ഒരു ദിവസം അത് ഉദ്യോഗസ്ഥർക്കും. പക്ഷെ അതുകൊണ്ട് തന്നെ എൻ്റെ അടുത്ത മാർച്ച് വരെയുള്ള ഫണ്ട് ഏതാണ്ട് തീർന്നിരിക്കുകയാണ്. SC വിഭാഗത്തിൽ നൽകേണ്ട 94-84 ലക്ഷം രൂപ മാത്രമാണ് ആ 10 കോടിയിൽ ഇനി ബാക്കിയുള്ളത്. അതിൽ മെനിഞ്ഞാന്ന് വരെ അംഗീകരിക്കാത്തത് ഇന്നലെ കത്ത് തന്നിട്ടുണ്ട്. ഒരു 13 ലക്ഷം കൂടി കൊടുക്കുകയാണെങ്കിൽ അത് അംഗീകരിക്കാം. ഇലക്ഷന് മുമ്പ് പറഞ്ഞില്ല. നാട്ടികയിൽ ഒരു സ്ലൂസ് ബ്രിഡ്ജ് വളരെ അത്യാവശ്യമാണ് അവിടുത്തെ ജനങ്ങൾക്ക്. ഒരു MP എന്ന നിലയ്ക്ക് എന്നെ അല്ല നിഷേധിച്ചത്, അവിടുത്തെ ജനങ്ങളാണ്. അപ്പൊ ഇന്ന് ഒരുപക്ഷെ പൊതുസമൂഹം വഴി അങ്ങനെ ഒരു ഓപ്പറേഷൻ ഞാൻ നടത്താൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു ജയിക്കാൻ അനുവദിക്കാഞ്ഞിട്ടും തോൽപ്പിക്കപ്പെട്ടിട്ടും എനിക്ക് ആ തോൽപ്പിക്കപ്പെട്ട ഓരോ അംഗങ്ങളെയും നിങ്ങളുടെ കരസ്പർശം കൊണ്ട് തോറ്റ വാർഡുകളിലെല്ലാം നിങ്ങൾക്ക് തലോടൽ നൽകുവാൻ സാധിക്കണം. അതിനുള്ള മനസാന്നിധ്യം നിങ്ങൾ ആദ്യം സംഭരിക്കണം. അതിന് ഏറ്റവും ഉചിതമായ ദിനം ഇന്ന് തന്നെയാണ്. സദ്ഭരണ ദിവസമാണ്, കർത്തവ്യ ദിനം. അവിടെയൊക്കെ ഒരുപക്ഷെ അവർ കാലത്ത് എഴുന്നേറ്റ് എൻ്റെ കൗൺസിലർ എവിടെ, എൻ്റെ വാർഡ് മെമ്പർ എവിടെ എന്ന് അധികാലത്ത് വാതിൽ തുറന്ന് ഗേറ്റിലേക്ക് നോക്കുമ്പോൾ ആഗ്രഹിച്ചാൽ അവർ കാണുന്ന മുഖം നിങ്ങളുടേതായിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അത്രത്തോളം കർമ്മ നിരതരായിരിക്കണം സേവനത്തിന്റെ കാര്യത്തിൽ. നിങ്ങൾക്ക് 2, 3, 5 വർഷം കൊണ്ട് അത് തെളിയിച്ചെടുക്കാൻ സാധിക്കണം. ഈ സംവിധാനത്തിന് ഭാരതീയ ജനതാ പാർട്ടിയുടെ ഭരണ നൈപുണ്യം അത് അവരുടെ അനുഭവത്തിൽ കൊണ്ടുവരുന്നതിനുള്ള കരസേവകരായി നിങ്ങൾ മാറണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അങ്ങനെ തോൽപ്പിക്കപ്പെട്ടവരുണ്ടെങ്കിൽ കൈ ഉയർത്തി അതിന് സമ്മതം കൂടി അരുളുന്ന ഒരു മുഹൂർത്തമാക്കി മാറ്റണം. എത്ര പേരാണ് തോൽപ്പിക്കപ്പെട്ടത്? നമുക്ക് ഈ വഴിക്ക് മുന്നോട്ട് നീങ്ങിക്കൂടെ? സംഘമായി പറഞ്ഞു ഇതേ ഉള്ളൂ നമുക്ക് മാർഗം. നമ്മുടെ കർത്തവ്യം ഇതാണ്. നമ്മളെ ഇല്ലാതാക്കുക എന്നുള്ളതാണ് അവരുടെ പണി. ആ പണിക്ക് നമ്മൾ 58ന്റെ പണി തിരിച്ചു കൊടുക്കണം. അതിനെല്ലാവരും പുതിയ ഒരു ഊർജം പകർന്നു. വളരെ എളുപ്പം സാധിക്കുന്ന കാര്യങ്ങൾ. ഒരു രാത്രിയിൽ കുഞ്ഞുങ്ങളെയും കൊണ്ട് ട്യൂഷൻ ക്ലാസ് കഴിഞ്ഞ് നടന്ന് വീട്ടിലേക്ക് വരുന്നവർക്ക് ഒരു അപകടം പതിയിരിക്കുന്നു എന്ന് തോന്നി ഒരു ഭയപ്പാടുണ്ടായ ആ ഭയപ്പാട് നീക്കുന്നതിന് ആ ഇരുട്ടിനെതിരെ വെളിച്ചം വിതറാൻ നിങ്ങൾക്ക് സാധിച്ചാൽ അതാണ് ഏറ്റവും വലിയ വികസനം. അവരുടെ ജീവനും ജീവിതത്തിനും സുരക്ഷിതം. ഇത് നിങ്ങൾക്ക് നൽകാനായാൽ മതി. ഒരു റോഡിന്റെ അവസ്ഥ PMGSY എന്താണ്? നിങ്ങൾ അതിന്റെ നീളവും വീതിയും അതിന്റെ ഇപ്പോഴത്തെ അവസ്ഥയും കൃത്യമായി എൻ്റെ ഓഫീസിൽ കൊണ്ടു കൊടുത്ത് ഇത് പ്രധാനമന്ത്രി ഗ്രാമീൺ സഡക് യോജന പദ്ധതി പ്രകാരം നേടിയെടുക്കാൻ സാധിക്കുമോ എന്ന് അന്വേഷിക്കും. പിന്നെ സാധ്യമാകുമെങ്കിൽ അതിനുവേണ്ടി പരിശ്രമിക്കും. പ്രധാനമന്ത്രി ആവാസ് യോജന സാധ്യമാവില്ല. കാരണം അതിന് ഇവിടുത്തെ ഭരണം നിശ്ചയിക്കണം. PMAY അടുത്ത സ്കീമിലേക്ക് അല്ലെങ്കിൽ അടുത്ത ലെവലിലേക്ക്
ഞങ്ങൾ ഞങ്ങളുടെ കേരളത്തിന്റെ പങ്ക് തരാൻ തയ്യാറാണ്, ഞങ്ങൾക്ക് ഈ പദ്ധതി വേണമെന്ന് അംഗീകരിക്കണം. അത് വേണ്ട എന്നാണ് അവരിപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ അറിയിച്ചിരിക്കുന്നത്. ഇതുപോലെ തന്നെയാണ് ആയുഷ്മാൻ ഭാരത് ഇൻഷുറൻസ് പദ്ധതി. 20 രൂപയ്ക്ക് ഒരു വ്യക്തിക്ക് ഒരു വർഷത്തെ ഇൻഷുറൻസ് ഞാൻ ഇപ്പോൾ വാഗ്ദാനം ചെയ്യും. തൃശൂർ ലോക്സഭാ കോൺസ്റ്റിറ്റ്യുവൻസിക്ക് കീഴിൽ വരുന്ന 7 നിയമസഭാ മണ്ഡലങ്ങളിൽ നിങ്ങൾ നിശ്ചയിക്കും ഒരു മണ്ഡലത്തിൽ 100 പേർക്ക് വെച്ച് അതിൽ കൂട്ടണം. അത് നമുക്ക് പിന്നീട് അതിൻ്റെ കൃത്യം കണക്കുകൾ എടുത്തിട്ട് 100 പേർക്ക് മിനിമം ഈ 20 രൂപ അടച്ച് അവർക്ക് ഇൻഷുറൻസ് നേടിക്കൊടുക്കുന്നതിന് ഞാൻ നിങ്ങളെ പിന്തുണയ്ക്കാം. അതിനകത്ത് ഒരു ദിവസം ഒരു നേരത്തെ ഭക്ഷണം കുഞ്ഞുങ്ങളെ പട്ടിണിക്കിടരുത്. മുതിർന്നവർ അതിനുവേണ്ടി ചെലവാക്കുന്ന പണം നീക്കി വയ്ക്കും. എൻ്റെ വിശ്വാസം ഒരു വീട്ടിൽ നിന്ന് ഒരു നേരത്തെ ഭക്ഷണം 2 പേർ നീക്കി വെച്ചാൽ 4 പേർക്ക് ആ ഇൻഷുറൻസ് എടുത്ത് കൊടുക്കാൻ സാധിക്കും. ഇതിനാരുടെയും ഒത്താശ നമുക്ക് വേണ്ട, അല്ലേ? അങ്ങനെ ഒരുപക്ഷെ നമുക്ക് ലൈഫ് സ്റ്റൈൽ ഡിസീസസ്, അല്ലേ, ഡയബറ്റിസ് പോലെയുള്ള അസുഖങ്ങളുള്ളവരെല്ലാം അത് വളരെ ശ്രദ്ധിക്കണം. അതിന് കരുതലും വേണം. പാല് ഉപയോഗിക്കില്ല. കുഞ്ഞുങ്ങൾക്ക് അത് നമ്മൾ നൽകിയേ പറ്റൂ. നെയ്യും നൽകിയേ പറ്റൂ. തൈരും മോരും ഒക്കെ നമുക്ക് വേണ്ടി വരും. ഇനി ചായ പാലില്ലാതെ ഞാൻ കുടിച്ചോളാമെന്ന് നിശ്ചയിച്ച ആ പാലിന് വേണ്ടി ചെലവാക്കുന്ന പണം ഇതിനു വേണ്ടി മാറ്റിവെക്കും. ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾക്ക് മാറ്റും. ഞാൻ കഴിഞ്ഞ 1.25 വർഷമായിട്ട് പാല് കുടിക്കുന്നില്ല. ഒരു ദിവസം സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന, നിരന്തരമായിട്ട് അഭിനയിക്കുന്ന സമയത്ത് ഒരു ദിവസം 3-4 ലിറ്റർ പാല് കുടിച്ചിരുന്ന ആളാണ്. അതിൽ നിന്ന് കഴിഞ്ഞ 3-4 വർഷമായിട്ട് കാലത്തൊരു ചായ, അതൊരു 350 ml, അത് വെള്ളം ചേർക്കാത്ത പാലിലേക്ക് ചായപ്പൊടിയിട്ട് കാച്ചിയാണ് കുടിച്ചുകൊണ്ടിരുന്നത്. 1.25 വർഷം മുമ്പ്, കൃത്യമായി പറഞ്ഞാൽ കഴിഞ്ഞ വർഷം സെപ്റ്റംബർ മാസം സെപ്റ്റംബർ മാസത്തിലാണ് ഞാൻ കട്ടൻ കാപ്പിയിലേക്ക് മാറി. പഞ്ചസാര ഇടാതെ, ഡയബറ്റിക് ആയിരുന്നു. അതുകൊണ്ട് എന്താ ഡയബറ്റിക് ആയതുകൊണ്ട്, പിന്നെ ഫാറ്റി ലിവറിന്റെ തുടക്കം കൂടിയായതുകൊണ്ട് ഉപേക്ഷിച്ചതും കൂടിയാണ്. അതുകൊണ്ട് വീട്ടിൽ പാല് വാങ്ങേണ്ടി വരുന്നുണ്ട്. ഈ ഏറ്റവും മിൽക്ക് വാങ്ങേണ്ടി വരുന്നില്ല. പക്ഷെ ഇപ്പോൾ വീട്ടിലേക്ക് വരുന്ന ആൾക്കാരുടെ എണ്ണം കൂടിയതുകൊണ്ട് അവർക്ക് എന്ന് പറഞ്ഞൊരു ചെലവ് ഞാൻ പാല് ഉപേക്ഷിച്ചതുകൊണ്ട് അതിനകത്ത് കവർ ചെയ്ത് പോകുന്നു. അല്ലെ, ഇതൊക്കെ ജീവിതത്തിന്റെ ഇക്കണോമിക്സ്. നമുക്കല്ലാതെ ഒരുപാട് അധികം ചെലവുകളുണ്ട്. അതൊന്നും പിടിക്കാൻ പറ്റുന്നതല്ല. കാരണം സിനിമാക്കാരനുമാണ്, ഒരു മന്ത്രിയുമാണ്. വരുന്നവർക്ക് പച്ചവെള്ളം കൊടുത്തു വിടാനൊക്കെ എന്തെങ്കിലും ഒരു മധുര പലഹാരം കൊടുക്കേണ്ടി വരും. അപ്പൊ ഇതൊന്നും ഞാൻ തെറ്റിക്കാതെ കാത്തു സൂക്ഷിക്കുന്നുണ്ട്. എൻ്റെ അച്ഛൻ തുടങ്ങി വെച്ച ഒരു സംസ്കാരമാണ്. അപ്പോൾ അച്ഛൻ എന്നെ തുടങ്ങി വെച്ചാൽ പഠിപ്പിച്ചു. അത് അങ്ങ് കളയാൻ തയ്യാറായി. ഞാൻ പറയുന്നത് ഇങ്ങനെയൊക്കെ ഒരുപാട് നമുക്ക് സംവിധാനങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് സംഭാവന ചെയ്തു എന്ന് ചോദിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് അവകാശപ്പെട്ട ഒരു അംശമാണ് നിങ്ങൾ സംഭാവന ചെയ്തതെന്ന അഭിമാനത്തോടെ നിങ്ങൾക്ക് ഓർക്കാൻ സാധിക്കും. അതിനൊരു ഈശ്വരാനുഗ്രഹം വേറെയാണ്. ഞാൻ സത്യത്തിൽ എൻ്റെ മുന്നോട്ടുള്ള ഞാൻ എവിടെയൊക്കെ എത്തുന്നു അത് അനുഗ്രഹമായി തീരുമ്പോൾ അതെത്താതിരിക്കാൻ വേണ്ടി എതിർ ശക്തികൾ ഉയർന്നു വരുമ്പോൾ അവരെ
തലക്കടിച്ച് താഴെ ഇടുന്നതും ആ ഈശ്വരാനുഗ്രഹം അത് നമുക്കുണ്ടാവും. ഇത്രയും കാര്യങ്ങൾ, അത് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒരുപക്ഷെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുമായി ചേർന്ന് നിൽക്കുന്ന ചിന്താഗതിയിൽ നിന്ന് വന്നതാണ്. അതെല്ലാവരും അനുസരിക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. കഴിയുമെങ്കിൽ ചെയ്താൽ അതായിരിക്കും നിങ്ങളുടെ ഏറ്റവും വലിയ വ്രതം, നോയമ്പ്. അത് ചെയ്യാൻ ശ്രമിക്കും. ഭഗവാന് വേണ്ടി ചെയ്യുന്നത് ഇല്ലാത്തതിന് വേണ്ടി ചെയ്താൽ ഭഗവാൻ ആണ് ആദ്യം തൃപ്തനാവുന്നത് എന്ന് വിശ്വസിക്കുന്ന ആളാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. നിങ്ങൾക്കും ഇതുപോലെ തോന്നുന്നതായ ഒരു കാര്യം പ്രത്യേകിച്ച് പറയണത്, എല്ലാവരും തങ്ങളിൽ ഒരു 10 പേരുടെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി നിങ്ങൾ തങ്ങളിൽ ചർച്ചകൾ ഉണ്ടാവണം. ഈ 10 പേരുടെ ഒരു ലീഡർ, എല്ലാ ഗ്രൂപ്പുകളുടെയും അതുപോലുള്ള ലീഡേഴ്സുമായിട്ട് ചർച്ചകൾ ഉണ്ടാവണം. ഓരോ വീട്ടിലേക്കും പോകുമ്പോൾ അല്ലെങ്കിൽ ഓരോ കോളനികളിലേക്കും പോകുമ്പോൾ നിങ്ങൾക്ക് ഫീഡ്ബാക്ക് എന്താണ് കിട്ടുന്നത്, ഇതെല്ലാം പങ്കുവയ്ക്കാൻ നമുക്ക് സാധിക്കും. ഇത് രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമല്ല. നമ്മൾ പൊതുസമൂഹവുമായി മാനസികമായി അടുക്കുന്നതിൻ്റെ ലക്ഷണം കുറിക്കുന്ന ഒരു പ്രവർത്തനമാണ്. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കും. പ്രചരണം എന്ന് പറയുന്നതിൻ്റെ ഭാഗമായിട്ട് ജനങ്ങളെ അറിയിക്കണം. ഇപ്പോഴും അറിയില്ല. ഇപ്പൊ പുലിക്കളിയുടെ പണം അത് നിയമമാണ്. നരേന്ദ്രമോദിക്കോ ഗജേന്ദ്ര സിംഗ് ഷെഖാവത്തിനോ സുരേഷ് ഗോപിക്കോ പുലിക്കളിക്കാരെ ഡൽഹിക്ക് ടിക്കറ്റ് കൊടുത്ത് വരുത്തി ആ 3 ലക്ഷം എടുത്ത് കൊടുക്കാൻ ഒക്കത്തില്ല. ഇപ്പൊ ഇലക്ഷൻ കഴിഞ്ഞു, എന്നാലും ഞാൻ പറയുന്നു സാധിക്കില്ല, ഇനിയും സാധിക്കില്ല. അത് കൃത്യമായി രേഖാമൂലം എൻ്റെ ക്യാബിനറ്റ് മിനിസ്റ്റർ ഒപ്പിട്ട് അറിയിച്ചിട്ടുണ്ട് കേരള സർക്കാർ. അത് കൊടുത്ത് കൃത്യമായി അതിൻ്റെ ഓഡിറ്റ് റിപ്പോർട്ടും ഈ പുലിക്കളി സംഘങ്ങളുടെ പ്രകടനത്തിൻ്റെ ഒരു വിഷ്വൽ ഓഡിറ്റും കൂടി കൊടുത്തു കഴിഞ്ഞാൽ മാത്രമാണ് അത് അവിടെ നിന്ന് കിട്ടുന്നത്. ആ കാശ് കേരള സർക്കാർ ആദ്യം കൊടുക്കണം, ടൂറിസം വകുപ്പ് ആദ്യം കൊടുക്കണം. അതിൻ്റെ റീഇംബേഴ്സലാണ് ഈ ഒരു ധാരണയിൽ അറിയിച്ചിട്ടുണ്ട്. റീഇംബേഴ്സലാണ്. അത് കൊടുക്കുന്നതിൻ്റെ പിറ്റേന്ന് ഞാൻ മേടിച്ചു കൊടുക്കാം. അവരത് തയ്യാറാകാഞ്ഞത് എന്തുദ്ദേശത്തിലാണ്? ആ ഉദ്ദേശത്തിൽ ഒരുപക്ഷെ അയ്യന്തോൾ എന്ന് പറയുന്നത് നമുക്ക് നഷ്ടപ്പെട്ടോ എന്ന് പോലും സംശയിക്കുന്നുണ്ട്. ഒരാളവിടെ നിന്ന് തലയാട്ടുന്നത് അല്ലേ? അതാവാം, പക്ഷെ വിഷമമില്ല. അങ്ങനെയാണ് അയ്യന്തോൾ നമുക്ക് നഷ്ടപ്പെട്ടതെങ്കിൽ എനിക്ക് ആ പ്രചരണം നടത്തിയവരോട് വലിയ വിഷമമുണ്ടാവും. കാരണം ഇനിയും നിങ്ങൾക്ക് ആ പണം കിട്ടാൻ പോവുകയാണ്. നിങ്ങളുടെ രാഷ്ട്രീയ മേലാളന്മാർ അത് തരുന്ന മാത്രമേ നിങ്ങളിലേക്കും ബാക്കി 7 സംഘങ്ങളിലേക്കും അതെത്തും എന്നുള്ളതാണ് എനിക്ക് ഉറപ്പ് തരാൻ പറ്റുന്നത്. ഇതുപോലെ ഒരുപാട് വിഷയങ്ങളുണ്ട്. ജൽ മിഷൻ 2 കിലോമീറ്റർ അപ്പുറത്തു കൂടി വലിയ പൈപ്പ് പോകുന്നുണ്ട്, ഞങ്ങളുടെ വീട്ടിലേക്ക് എത്തിയില്ല. ഇത് നമ്മുടെ പ്രവർത്തകർക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ എൻ്റെ ഓഫീസിലെത്തിയാൽ ആ ഏരിയയിൽ ജൽ മിഷൻ്റെ അതിനുവേണ്ടി നിയോഗിച്ചിട്ടുള്ള ഉദ്യോഗസ്ഥരെ വിളിച്ച് കാര്യകാരണ സഹിതം നിങ്ങളെ അറിയിക്കും. നിങ്ങൾക്ക് ആ അറിവ് വെച്ചുകൊണ്ട് മുന്നോട്ട് പോയി അത് സാധ്യമാക്കി കൊടുക്കുന്നതിന് പ്രവർത്തിച്ചാൽ ഇതും നിങ്ങളുടെ പെരുമ വർദ്ധിപ്പിക്കും. നിങ്ങളുടെ ജനങ്ങളുടെ ആവശ്യങ്ങളിലുള്ള ഇടപെടൽ എന്ന് പറയുന്നത് കുറച്ചുകൂടി മുഴച്ച് പൊന്തി നിൽക്കും. ഇനി എന്താണ് ഇതുപോലെയുള്ളത്? PMGSY ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ജൽ മിഷൻ, അതുപോലെ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതികൾ. കൃഷിക്കാരുടെ വിഷയം, കൃഷിക്കാർക്ക് ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ നിധിയിൽ നിന്ന് 2000 രൂപ വെച്ച് 3 വിഹിതം ഒരു വർഷം 6000 രൂപ ലഭിക്കുന്നുണ്ട്. ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫറാണ്. ഇത് ചിലപ്പോൾ 10,000 12,000 ആയി മാറാൻ സാധ്യതയുണ്ട്. അതിനുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. ഇത് കിട്ടുന്നത് യഥാർത്ഥ കർഷകനാണ്, അല്ലാന്ന് കേരളത്തിലെ കണക്ക് പറയുന്നുണ്ട്. യഥാർത്ഥ കർഷകർക്കും കിട്ടുന്നുണ്ട്,
പക്ഷെ കുറെ പാർട്ടി പ്രവർത്തകർക്കും കർഷകരായി ചമഞ്ഞ് അത് ലഭിക്കുന്നുണ്ട്. അപ്പൊ ഇതിനു മേലെയൊക്കെ നിങ്ങളുടെ ഒരു അന്വേഷണ കണ്ണ് ഓടിയെത്തണം, അറിയിക്കാൻ സാധിക്കും. കേരളത്തിൽ നിന്ന് കേരള സർക്കാരിന്റെ അതുപോലെ സമാനമായ ഒരു പദ്ധതിക്ക് അവര് രൂപം കൊടുത്തപ്പോൾ അവരുടെ രജിസ്ട്രിയിൽ വന്ന് എണ്ണം കേന്ദ്രത്തിലേക്ക് അയച്ച എണ്ണത്തിൽ നിന്ന് ഏതാണ്ട് 40% കുറവായി അവർ കണ്ടെത്തിയ യഥാർത്ഥ കർഷകർ. നമുക്കതിങ്ങനെ കുറ്റം പറഞ്ഞ് നമ്മൾ മുമ്പോട്ട് പോയിട്ട് കാര്യമില്ല. ഭരണ നിർവഹണം എന്ന് പറയുന്നത് സത്യസന്ധമായി തീരണം എന്ന് കൂടി ട്രാൻസ്പാരൻസി ഉറപ്പുവരുത്തേണ്ട ഒരു ഉത്തരവാദിത്വം കൂടി കാവലാളുകളായി നമ്മുടെ കാര്യകർത്താക്കൾക്ക് അങ്ങനെ പ്രവർത്തിക്കേണ്ട ഒരു ഉത്തരവാദിത്വമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി ഏതാ മറ്റു പദ്ധതികൾ? തൊഴിലുറപ്പ് പദ്ധതിയെ സംബന്ധിച്ച് ഇപ്പോൾ വന്ന അമെൻമെന്റ്, അതിൻ്റെ സത്ത എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഞാൻ വേണമെങ്കിൽ പ്രിൻ്റ് ഔട്ട് ഇംഗ്ലീഷിലൂടെ ഞാൻ കൊടുക്കാം. എനിക്ക് കൃഷി വകുപ്പ് മന്ത്രിയുടെ പ്രസംഗം തന്നെ എടുത്ത് കൊടുത്താൽ അതിനകത്ത് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അതൊരു കാരണവശാലും ലോകം കേൾക്കരുതെന്ന് അവർ ആസൂത്രണം ചെയ്തു. പക്ഷേ ലോകത്തിനിത് മനസ്സിലായി. ഒരുപക്ഷെ ഇന്നലത്തെ ഒരു ശിബിരത്തിലൂടെ നിങ്ങൾക്ക് അതിൻ്റെ എസൻസ് എന്താണെന്ന് മനസ്സിലാക്കാം അല്ലേ? അതിൽ ഈ ഒരു അംശം പറഞ്ഞു എന്നെനിക്കറിയില്ല. നമുക്ക് ഒരു തവണ നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഒരിടത്ത് വോട്ട് ചെയ്യാം എന്നുള്ളത് വോട്ടവകാശം എന്ന് പറഞ്ഞതുപോലെ 5 വർഷം കൂടുമ്പോൾ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരു സംസ്ഥാനത്ത് നിയമസഭയിലേക്ക് വോട്ട് ചെയ്യാൻ കഴിയൂ എന്ന് പറയുന്ന വോട്ടിംഗ് മര്യാദ അല്ലെങ്കിൽ നിബന്ധന പാലിക്കപ്പെട്ടില്ല. അതിനു കൂടി തിരുത്തൽ വന്നിരിക്കുന്നു SIR. ഈ വിഷയം നിങ്ങളുടെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെയുള്ള അന്യ സംസ്ഥാന തൊഴിലാളികൾ ഇവിടുത്തെ ആധാർ കാർഡ് എത്ര 1000 അല്ലെങ്കിൽ എത്ര ലക്ഷമാണ് അവർക്ക് നേടിയെടുക്കാൻ സാധിച്ചത് എന്നതിനെ സംബന്ധിച്ച് നമുക്ക് വിവരങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ടല്ലേ. അവരിവിടെയും വോട്ട് ചെയ്ത് അടുത്ത ഏപ്രിൽ മാസത്തിൽ ഇവിടെയും വോട്ട് ചെയ്യും. കഴിഞ്ഞ ബീഹാർ തെരഞ്ഞെടുപ്പിന് അവിടെയും പോയി വോട്ട് ചെയ്തു എന്ന് വന്നാൽ അത് അധർമ്മമാണ്. ഇതിനൊക്കെ തിരുത്തൽ SIR-ൽ വരും. ഈ എണ്ണം കുറയുന്നതിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലം അതായിരിക്കും. വ്യക്തത വരുത്തേണ്ടത് ഇലക്ഷൻ കമ്മീഷനാണ്. അവർ വരുത്തുമെങ്കിൽ വരുത്താം. ബംഗാളിലും ഇവിടെയും ഒരേ ഫേസിൽ ചിലപ്പോൾ വരാം, പക്ഷേ ചിലപ്പോൾ ഫേസ് ചിലപ്പോൾ മാറും. ഒരേ കാലഘട്ടത്തിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഇത് മായ്ക്കാനുള്ള യന്ത്രമൊക്കെ അവരുടെ അടുത്തുണ്ടാകും അല്ലേ. ഇവിടെയും വോട്ട് ചെയ്ത് ട്രെയിനിലോ ഫ്ലൈറ്റിലോ അവിടെയും പോയി വോട്ട് ചെയ്യാൻ സാധിക്കും. ഇതൊക്കെ ചെയ്യുന്നവരാണ് വോട്ട് ജോലി എന്ന് പറഞ്ഞ് നിലവിളിക്കുന്നത്. അവർ മാത്രമാണ് നിലവിളിക്കുന്നത്, ചെയ്യിക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ അടിത്തട്ട് ജനവിഭാഗങ്ങളോട് പറഞ്ഞ് നിങ്ങൾക്ക് താല്പര്യമുള്ള, നിങ്ങൾക്ക് അനുഗ്രഹമാവുന്ന ഒരു ഭരണ സമ്പ്രദായം ശക്തമായിട്ട് ഇവിടെ വരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. നമുക്ക് ഈ 70% 71% വെച്ച് മുന്നോട്ട് പോയാൽ സാധിക്കില്ല. വോട്ടിങ്ങിൽ നിന്ന് അബ്സ്റ്റെയിൻ ചെയ്യുന്നു അല്ലെങ്കിൽ വോട്ട് ചെയ്യാതെ വീടുകളിൽ ഇരിക്കുന്ന ഒരു 20% വോട്ട് ചെയ്യുന്നിടത്തായിരിക്കും നമ്മുടെ ജയത്തിന്റെ ശക്തി പെരുകി കേരളം കാണാൻ പോകുന്നത്. ഇതെന്റെ കൃത്യമായ മനസ്സിലാക്കുക. കാരണം അവർക്ക് ഒരു രാഷ്ട്രീയവുമില്ല. അവർ കരുത്തിലായിരിക്കും വിശ്വസിക്കുന്നത്.
വോട്ടിംഗ് ഇടങ്ങളിലെല്ലാം പോളിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പ്രചാരണം നടക്കുന്നത് ക്യൂവിൽ 1 മണിക്കൂർ നിന്നു, 5 മണിക്കൂർ നിന്നു, അവിടെ തലചുറ്റി വീണു, വെള്ളം കൊടുത്തില്ല. അത് ഭയന്ന് അല്ലെങ്കിൽ അതിനോടൊരു വിരക്തി തോന്നി വോട്ട് ചെയ്യാതെ വീട്ടിലിരിക്കുന്ന എത്ര ആയിരങ്ങളുണ്ട്, ലക്ഷങ്ങളുണ്ട്. എവിടെയെങ്കിലും 80% വളരെ അപൂർവം ചില ഇടങ്ങളിൽ മാത്രം. അതിന് പ്രത്യേക കാരണവുമുണ്ടാകും. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്താണ് ആ കാരണം. അല്ലാതെയുള്ള ഇടങ്ങളില്ല. ഒരു ജനറൽ കണ്ടീഷനിൽ 80%, 85%, 90% വോട്ട് എവിടെ നടന്നിരിക്കും? ഇതൊക്കെ ഒരുപക്ഷെ പരാജയപ്പെടുന്നവരുടെ വിജയത്തിലേക്കുള്ള പാതയാണ് ഇല്ലായ്മ ചെയ്യുന്നത് അല്ലെങ്കിൽ തടയുന്നത്. അപ്പൊ പ്രചരണത്തിന്റെ കൂട്ടത്തിൽ ഉറപ്പായിട്ടും ജനങ്ങളെ ഒന്നുകൂടി പറഞ്ഞ് അവരുടെ ധാരണ തിരുത്തി എല്ലാവരും വോട്ട് ചെയ്യുന്ന ഒരു വോട്ടുത്സവ കാലം നമ്മളാണ് ഡിസൈൻ ചെയ്യുന്നത്. അതും കൂടി ഇതിനൊപ്പം ചെയ്യാം. വേറെ എന്തെങ്കിലും വിഷയങ്ങൾ? RSPY കാർഡ് ഉണ്ടല്ലോ, ആരോഗ്യ ഇൻഷുറൻസ് കാർഡ്. അത് നമ്മുടെ സ്റ്റേറ്റിൽ കേരളത്തിൽ മാത്രം ഇപ്പോൾ പുതുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഈ ക്യാൻസർ പേഷ്യൻസ്, ഡയാലിസിസ് ചെയ്യുന്നവർക്കൊന്നും ചികിത്സിക്കാൻ ബുദ്ധിമുട്ടുണ്ട് അതുമൂലം. കേരളത്തിന്റെ വിഹിതം അവർ കൊടുക്കില്ല എന്ന് പറഞ്ഞെടുത്ത് ഒരുപാട് പെൻഡിങ് പേയ്മെന്റ്സ് ഒക്കെ വന്നിരിക്കുന്നത് കൊണ്ടാണ് അതങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അത് വരാതെ സാധ്യമാവില്ല. അപ്പൊ നമ്മൾ എന്താ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത്? BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഇതെത്രമാത്രം ചൊവ്വന് നടക്കുന്നു, ഈ ധാരണ പ്രചരിപ്പിക്കപ്പെടേണ്ടതാണ്. BJP മുഖ്യമന്ത്രിമാരുണ്ട്, NDA മുഖ്യമന്ത്രിമാരുണ്ട് സംസ്ഥാനങ്ങളിൽ. ഇതെത്ര ഭംഗിയായി നടക്കും, എത്ര പേർക്ക് ഇതുകൊണ്ട് ഉപകാരപ്പെടും അറിയിക്കണം, ജനങ്ങളെ ബോധ്യപ്പെടുത്തണം. തമിഴ്നാടിന്റെ കാര്യം വ്യത്യസ്തമാണ്. അവരെന്തൊക്കെ പ്രസംഗിച്ചാലും പറഞ്ഞാലും ശരി തന്നെ, അവിടുത്തെ ജനതയ്ക്ക് ദോഷം വരുന്ന ഒരു പിന്തിരുത്തൽ രാഷ്ട്രീയ പ്രവർത്തനവുമായിട്ട് അവർ മുന്നോട്ട് പോവില്ല. കിട്ടാവുന്നതെല്ലാം അവിടുന്ന് ഊറ്റി പിഴിഞ്ഞെടുക്കും. ഇവിടെ നേരെ മറിച്ച് ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കണം. അല്ലാതെ നമ്മൾ വെറുതെ ഓരോ ഇലക്ഷനും വരുമ്പം വ്യക്തികളെ ബുക്ക് ചെയ്ത് അവരുടെ വ്യക്തിപരമായ വീഴ്ചകളെ അങ്ങോട്ട് അറിയിച്ച് നമ്മളുടെ പ്രചരണത്തിന്റെ വഴി തന്നെ തിരിച്ചുവിടാനുള്ള ചില വക്രീകരിക്കപ്പെട്ട രാഷ്ട്രീയ പ്രവർത്തനമാണ്. അതിലേക്കാണ് അവർ നമ്മളെ പരിശീലിച്ചു കൊണ്ടുപോകുന്നത്. അവരറിയേണ്ട കാര്യങ്ങൾ നമ്മൾ ഒരു കാരണവശാലും ചർച്ചയാക്കരുത്, അവരറിയരുത് എന്ന് പറയുന്നു. നമ്മൾ വഴി അവരറിയരുത് എന്ന് പറയുന്ന നിർബന്ധം കൂടിയാണ് ഈ പ്രചരണക്കാർ. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാം? നമസ്കാരം സാർ, ഞാൻ രമ സതീഷ്, മലപ്പാട് ഗ്രാമപഞ്ചായത്ത് 3ാം വാർഡ് സ്ഥാനാർത്ഥി, BJP സ്ഥാനാർത്ഥിയായിരുന്നു. എൻ്റെ ഇലക്ഷൻ പ്രചരണത്തിനിടെ ഞാൻ അനുഭവിച്ചറിഞ്ഞ കുറച്ച് കാര്യങ്ങൾ സാറിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത്. ഇവിടെ കൂടി ഓരോരുത്തരും ഈ പാർട്ടിയെ വിശ്വസിച്ച് പാർട്ടിയുടെ കൂടെ ഇനി മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. അപ്പോൾ അവർക്കെല്ലാം ഇപ്പം ഞാൻ പറയുന്ന ഒരു കാര്യം ഉപകാരപ്പെടുമെന്ന് തോന്നുന്നു. പ്രധാനമായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ, നമ്മൾ ഓരോരുത്തരുടെ അടുത്ത് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഒരുപാട് സാധാരണക്കാരായ ജനങ്ങളുടെ ഇടയിലേക്ക് നീതിയായ വാർത്തയാണ് എത്തുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, ഒരുവിധം എല്ലാ ന്യൂസും ഫാബ്രിക്കേറ്റഡ് ആണ്. അപ്പോൾ അവരുടെ ഉള്ളിലേക്ക് കുത്തിവെക്കപ്പെടുന്നത് വിഷമാണ്. ഈ വിഷത്തിനെ നമുക്ക് ഒരു ആൻറ്റിവനം കൊടുത്ത് നമുക്ക് അതിനെ മാറ്റിയെടുക്കാൻ പറ്റുന്നില്ല. അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓരോ വാർഡ് തലത്തിൽ ഓരോ പ്രവർത്തകർക്കും എന്ത് ചെയ്യാൻ സാധിക്കും? ആന്റിവനം അവർക്കല്ല, ജനങ്ങൾക്കല്ല കൊടുക്കേണ്ടത്. ഈ വിഷം കുത്തിവെക്കാൻ വരുന്നവന്മാർക്കാണ് ആന്റിവനം കുത്തിവെക്കേണ്ടത്. അപ്പൊ ഇത് പടർത്തില്ല. ഞാൻ ഇന്നലെ ഇപ്പോൾ ഒരാൾക്ക് നല്ല ആന്റിവനമാണ് കയറ്റിവിട്ടിരിക്കുന്നത്. അതിന്റെ പടപടപ്പ് കണ്ട
എവിടെയൊക്കെ എത്തിയത് അല്ലേ? ഇന്നിപ്പോ വാർത്ത വന്നില്ലേ, കേരളത്തിനെതിരെ ആരാണ് മുഷ്ടി ചുരുട്ടിയതെന്ന്? ഇനിയിപ്പോ അത് പറയൂ? ഇല്ലല്ലോ. രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയും ഗൃഹമന്ത്രിയും എന്തുകൊണ്ട് ഇത്ര ശക്തമായിട്ട് പറയുന്നത് 1 നേഷൻ 1 ഇലക്ഷൻ? ഇല്ലെങ്കിൽ 5 വർഷം നമ്മൾ ഇങ്ങനെ ഓരോ ഇലക്ഷനും വന്ന് നമ്മൾ ഇതിനെ പ്രതിരോധിക്കാൻ വേണ്ടി നമ്മുടെ അധ്വാനം മുഴുവൻ പോകും. 5 വർഷത്തേക്ക് കേന്ദ്ര ഭരണം എന്ന് പറയുന്നത് അതിൻ്റെ നിർവഹണത്തിൽ ഒരുപാട് ശോഷണങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരുന്നു. ഞാനിപ്പോ ഈ കഴിഞ്ഞ ലോക്കൽ ബോഡി ഇലക്ഷന് 2.5 മാസം ഞാൻ എൻ്റെ ഓഫീസിൽ കയറിയിട്ടില്ല. എൻ്റെ പ്രധാനമന്ത്രി അറിഞ്ഞിട്ടില്ല. അറിഞ്ഞാലും അദ്ദേഹത്തെ എന്നെ ശാസിക്കില്ല, അതിൻ്റെ വിശ്വാസം. ഏതാണ്ട് 2.5 മാസം, ഇടയ്ക്ക് 1-2 ദിവസം പോയിട്ടുണ്ടാവും. അങ്ങനെയൊന്നും അല്ല, ഞാൻ മൊത്തം ഇവിടെ ഉണ്ടാക്കി. ഇങ്ങനെ നമ്മുടെ കർത്തവ്യ ദിനങ്ങൾ, സദ്ഭരണ ദിനങ്ങളെന്ന് പറയുന്നത് ഇലക്ഷൻ കാലഘട്ടങ്ങളിൽ 3 ഇലക്ഷനാണ് 5 വർഷത്തിനിടയ്ക്ക് വരുന്നത്. എല്ലാം യുദ്ധസമാനമായ ഇലക്ഷൻ പ്രചരണ മത്സര സ്വഭാവവുമാണ്. അപ്പോ ആന്റി വെനം ആർക്കാണ് നൽകേണ്ടത്? നമ്മൾ ആ പ്രചരണത്തിന്റെ തണ്ടാണ് നമ്മൾ ഓടിക്കേണ്ടത്. അത് നുഴഞ്ഞു കയറിയ ശിഖര ശേഖരങ്ങളെ ഒന്നുമല്ല നമ്മൾ ചികിത്സിക്കേണ്ടത്. അതിന് സംഭവിക്കരുത്. അമ്മാതിരി ഒരു പണിയാണ് ഇന്നലെ ഞാൻ കൊടുത്തിട്ടുണ്ട്. എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. കേൾക്കാമോ? എനിക്ക് ഒരു കാര്യം പറയാനുള്ളത്, ഞാൻ ഇപ്പോൾ തൊഴിലുറപ്പ് പദ്ധതിയുടെ ബിൽ പാസ്സായല്ലോ, BBG റാംജി. ഇത് ഇവിടെ കൂടിയിരിക്കുന്ന എത്ര പേർക്ക് അതിനെക്കുറിച്ച് അറിയാമെന്ന് എനിക്കറിയില്ല. അതിന് എനിക്ക് പറയാൻ തോന്നിയിട്ടുണ്ട്, ജില്ലാ തലത്തിൽ നിന്ന് ഞങ്ങൾക്ക് ഓരോ വീഡിയോ കോൺഫറൻസ് വഴിയോ അല്ലെങ്കിൽ നേരിട്ടോ ട്രെയിനിങ് തരാണെങ്കിൽ ഞങ്ങൾക്ക് ജനങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റും. എന്താണ് ഇതിപ്പോൾ ഞാൻ സങ്കടപ്പെട്ടു പോയി. ഈ ഇത്രയും 125 ദിവസത്തെ കൂലി കൊടുക്കുക, അതേപോലെ അവർക്ക് ഇത്രയും ആനുകൂല്യങ്ങൾ ഉണ്ടായിട്ടും നരേന്ദ്രമോദി സാറിന് എതിരായിട്ട് ജാഥയ്ക്ക് പോകുന്ന പാവപ്പെട്ടവരെ കാര്യം കാണുമ്പോൾ സങ്കടം തോന്നും. കാരണം അവർക്ക് അറിയില്ല, അവരുള്ളിലേക്ക് കൊടുക്കുന്നത്. പക്ഷെ നമ്മളുടെ പ്രവർത്തകർക്ക് അത് അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനുള്ള അറിവുമില്ല. അപ്പോൾ അത് ഞങ്ങൾക്ക് തരാൻ വേണ്ടി ജില്ലാ തലത്തിൽ ഞാൻ അതിന്റെ വിശദീകരണം പാർലമെന്റിൽ എന്താണ് ചങ്ക പറഞ്ഞു പോകുന്ന രീതിയിലാണ് ശ്രീ ശിവരാജ് സിംഗ് ചൗഹാൻ വിശദീകരണം ലോകത്തിന് നൽകി. അതിന്റെ വെർബാറ്റും ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്, ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അത് ആംഗ്ലേയത്തിലാണ്, അത് മലയാളത്തിലാക്കി കൊണ്ടുപോട്ടെടുത്ത് നിങ്ങൾക്കെല്ലാം തരാൻ പറ്റും. ഇനി അതിൻ്റെ വിശദമായ ഒരു റിപ്പോർട്ട് എന്ന് പറയുന്നത് 2 ദിവസത്തിനാണ് എൻ്റെ കൈവശം അദ്ദേഹത്തിൻ്റെ മന്ത്രാലയത്തിൽ നിന്ന് വന്ന് ചെയ്യും. അതും എത്തിച്ചതല്ല. ഇപ്പോൾ മാന്യ സഹോദരി പറഞ്ഞതുപോലെ ജില്ലാ നേതൃത്വത്തിൻ്റെ ഉത്തരവാദിത്വം തന്നെയാണ് വീഡിയോ കോൺഫറൻസിങ്ങിൽ ഞാൻ വിശ്വസിക്കുന്നത്. ഇതുപോലെയുള്ള ഞാൻ പറഞ്ഞില്ലേ ഒത്തുചേരൽ സഭകൾ എന്ന് പറയുന്നത് ഇടയ്ക്ക് സംഭവിക്കണം. നിങ്ങൾക്കത് വലിയ റിലാക്സേഷൻ കൂടിയായിരിക്കും. എല്ലാവരെയും ഒന്ന് കാണുക, കുറച്ച് വേദനയും വിഷമവും ഒക്കെ ഉള്ള ഒരവസ്ഥയിൽ എല്ലാവരും വന്ന് ഒരു എക്സ്ചേഞ്ച് ഒക്കെ ഉണ്ടാകുമ്പോഴേക്കും ഇതെല്ലാം നമ്മൾ മാറും. ഈ വിവര ശേഖരണവും നടക്കും. അതിന് ജില്ലാ മേധാവിയോടും അദ്ദേഹത്തെ അതിനുവേണ്ടി സഹായിക്കുന്ന ഇവിടുത്തെ പാർട്ടിയുടെ നേതൃനിരയോടും ഞാൻ അഭ്യർത്ഥിക്കും. മെറ്റീരിയൽ സപ്ലൈ എന്ന് പറയുന്നത് എന്നോട് ആവശ്യപ്പെട്ടാൽ എന്തിനെ സംബന്ധിച്ചായാലും ബന്ധപ്പെട്ട മന്ത്രാലയത്തിൽ നിന്ന് നേരിട്ട് നിങ്ങൾക്ക് സത്യം എന്താണോ അതിൻ്റെ സ്ക്രിപ്റ്റ് തരാം. നിങ്ങൾക്കത് പ്രചരണത്തിനുള്ള വസ്തുവാക്കാം.
വേറെ